ഇപ്പം നമ്മളൊക്കെ ഒപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണല്ലോ, നമ്മളൊക്കെ ഒപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യമാർ എന്നല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഇപ്പം എന്താ നമ്മൾ ചിന്തിക്കണത്? ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് പരസ്പരമുള്ള ഗുണം എന്താണ്, നമ്മളെ കൊണ്ടുള്ള സേവനങ്ങൾ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. എന്നാൽ നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പോൾ കുറേ മരിച്ച ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? നമ്മുടെ ആലി ഹാജി, നമ്മുടെ എന്ത് പരിപാടി ഉണ്ടാകുമ്പോഴും നമ്മുടെ സ്റ്റേജിലും നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന ജൂബിലിയിലെ ആലി ഹാജി ഉണ്ട്. അതേപോലെ തന്നെ നാണിപ്പ, പിന്നെ ഹന്തല, നമ്മുടെ ഈ എന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അതിലൊരു മടിയുമില്ലാതെ ഒരു ബാനർ കെട്ടാനും പള്ളിയത്തെ ഒരു കാര്യമാണെങ്കിലും അവിടെ വളരെ നിഷ്കളങ്കമായി ഇറങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ മനസ്സിലുണ്ട്. കുഞ്ഞാപ്പ പെരിന്തൽമണ്ണ പള്ളി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രതീകമാണ് കുഞ്ഞാപ്പ അബ്ദുൽ ഹഫീസ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം നമ്മളൊക്കെ കാണുന്ന കാലം മുതൽ ഈ പള്ളിയുടെ ആളാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഈ സക്കാത്തിന് ഓഫീസിലൊക്കെ വരുന്ന ആൾക്കാർ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ കുഞ്ഞാപ്പ മരണപ്പെട്ടതിന് ശേഷം വളരെ കാലം എടുത്തിട്ടുണ്ട് ആ മരണം ആ ആളുകളൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ധാരാളം ആളുകൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. മൊയ്തു സാഹിബുണ്ട്, താജ് വാച്ച് ഹൗസിൽ, അദ്ദേഹമൊക്കെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും സജീവമായി വന്നിരുന്നത്. എല്ലാവരുടെയും പേര് പറയാനുള്ള ഒരു സമയം ഇവിടെ ഇല്ല. അപ്പം ഞാൻ പറയാം, അള്ളാഹു അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കുകയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുവാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവരെപ്പറ്റി നമ്മൾ എന്താ ചിന്തിക്കണത്? ഇപ്പം നമ്മൾ എന്താണ് അവരെ പറ്റി ചിന്തിക്കുന്നത്? ഈ പള്ളിയുടെ പരിസരങ്ങളിലും പള്ളികളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്ത സേവനങ്ങൾ മാത്രമേ നമ്മൾ ഓർക്കണുള്ളൂ, വേറൊന്നും നമ്മൾ ഓർക്കൂല. നമ്മളൊക്കെ മരിച്ചു പോയാൽ ഓർക്കപ്പെടുന്നത് നമ്മുടെ നന്മകളും നമ്മുടെ തിന്മകളും മാത്രമേ ഓർക്കപ്പെടുള്ളൂ, വേറൊന്നും ഓർക്കൂല. നമ്മൾ ചെയ്ത ദ്രോഹങ്ങൾ ഓർക്കപ്പെടും, നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത ദ്രോഹങ്ങൾ ഓർക്കപ്പെടും, യാതൊരു സംശയക്കാര്യത്തിൽ നമ്മുടെ ദ്രോഹങ്ങൾ ഓർക്കപ്പെടും. ഞാൻ വളരെ കുട്ടിയാകുന്ന കാലത്ത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു കലക്ഷന് വേണ്ടി പോയൊരു ഓർമ്മ എനിക്കുണ്ട്, ഒരു കലക്ഷൻ. അപ്പോൾ ആ കലക്ഷന് വേണ്ടി പോകുമ്പോൾ ഒരു പണ്ഡിതൻ, അന്നത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മുജാഹിദ് പണ്ഡിതൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു മുതലാളിൻ്റെ കാറിലാണ്, അന്ന് അപൂർവ ആളുകൾക്ക് കാറുള്ളൂ, ആ കാറിലാണ് പോകുന്നത്. അപ്പോൾ എനിക്കിന്ന് ഓർമ്മയുണ്ട്, ആ പണ്ഡിതൻ എന്ത് വെച്ചാൽ മുറുക്കിയിട്ട് അദ്ദേഹം ഈ ഗ്ലാസ് തുറന്നിട്ട് പുറത്തേക്ക് തുപ്പി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറത്തെ ആ ബോഡിമ മുഴുവൻ ആ മുറുക്കലിൻ്റെ തുപ്പലായി. ആ സമയത്ത് ആ മുതലാളി പെരുമാറിയ ഒരു പെരുമാറ്റമുണ്ട് ആ പണ്ഡിതനോട്, അത്രയും മോശമായി, അത്രയും. അപ്പം എന്തിനാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും മറന്നു പോയിട്ടുണ്ടെങ്കിലും ആ സംഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംഭവിച്ചതൊരു അപാകതയാണെങ്കിൽ പോലും ആ പ്രതികരണം എന്ന് പറയുന്നത് ഒരു പണ്ഡിതനോട്, ബഹുമാന്യനായ ഒരു വ്യക്തിയോട് അദ്ദേഹം ഒരു മുതലാളി എന്ന നിലക്ക് പെരുമാറിയ ഒരു പെരുമാറ്റമുണ്ടല്ലോ. ജീവിതത്തിലെ ചില തിന്മകൾ നമുക്ക് മറക്കാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ നന്മകളും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും എന്ന് പറഞ്ഞാൽ ഈ തടിയല്ല, ഈ തലയല്ല, ഈ കൈകാലുകളല്ല, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടായ നന്മകളാണ്, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ്, ദീനീ പ്രവർത്തനങ്ങളാണ്. അത് മാത്രമേ ഓർക്കപ്പെടുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഓർക്കപ്പെടില്ല. ഇതൊക്കെ എത്ര യുഗാന്തരങ്ങൾ പിന്നിട്ടാലും എല്ലാവരും ഓർക്കും. നമ്മളൊക്കെ പറയില്ലേ അമാനി മൗലവി എന്ന്. ആരെയും അമാനി മൗലവി? അമാനി മൗലവി ഒരു തഫ്സീർ എഴുതിയ ഒരു മഹൽ വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആ തഫ്സീർ ഉണ്ട്, അത് അലമാരയിൽ കാണുമ്പോൾ ആ പേരും ഓർമ്മ വരും. ഒരായത്തിലൊരു സംശയം തോന്നിയാൽ മറിച്ച് വെക്കുമ്പോൾ കാണും. വിജ്ഞാന പരീക്ഷ വരുമ്പോൾ നമുക്കത് ഓർമ്മ വരും, എല്ലാം നമുക്ക് ഓർമ്മ. ഒരു ബക്കറ്റ് നമ്മൾ തരുന്നുണ്ട്, നിങ്ങളാരും ഒരു വിഷമിച്ചും ബുദ്ധിമുട്ടി അതിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ പരിപാടിക്ക് വരുമ്പോൾ ഒരു കലക്ഷൻ ഉണ്ടാവും, നമ്മുടെ റമദാൻ പ്രഭാഷണത്തിലൊക്കെ. അപ്പോൾ ചില ആളുകളൊക്കെ ഒരുങ്ങി വരും, ഇത് കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്തേ ബക്കറ്റൊന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ചിലവുകളിലേക്കും ഇതിൻ്റെ ഭക്ഷണം മറ്റു കാര്യം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഗുണകാംക്ഷയോടുകൂടെ നമ്മളൊന്നും ചോദിക്കാതെ തന്നെ ആൾക്കാർ തന്നു പോകും. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അതിലൊന്നുമില്ല. നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാമെന്ന് മാത്രം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത് എന്തിനാണ്, എന്തെങ്കിലുമൊക്കെ നന്മ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക്, നാട്ടിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ മഹലിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുക. ആ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ എക്കാലത്തും നിലനിൽക്കും. ഇപ്പോൾ ഇവിടെ അഷ്റഫ് സാഹിബ് പറഞ്ഞല്ലോ നമ്മുടെ പള്ളികൾ, ഈ പള്ളികളൊക്കെ, ഈ പള്ളി ആരംഭിക്കുമ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞ ആ പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി പിന്നിൽ നിന്ന ആളുകൾ, പ്രവർത്തിച്ച ആളുകൾ, അതൊക്കെ എക്കാലത്തും അവരുടെ പരലോകത്ത് അവർക്ക് ഏറ്റവും വലിയ അനുഭവങ്ങളാണ്, അവർക്കുള്ള വീടാണ് അവർ നിർമ്മിച്ചു പോയത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണമൊക്കെ നമ്മൾ ചെലവാക്കിയാൽ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതിന് കാര്യമുണ്ടാകൂ എന്നതാണ് എന്താണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അതുകൊണ്ട് മനുഷ്യൻ ഖേദിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഇത്ര നല്ല സാഹചര്യവും അവസരം കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലല്ലോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാം. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടും ഈ പള്ളി കൊണ്ടും ഈ ഖുർആൻ ക്ലാസ്സുകളെ കൊണ്ടൊന്നും കിട്ടുന്ന പ്രയോജനം ഉണ്ടല്ലോ,
ആ പ്രയോജനത്തെക്കാളും വിലമതിക്കുന്ന മറ്റൊരു പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഞാൻ പറഞ്ഞ അത് അങ്ങനെ തന്നെ പറയുമ്പോൾ ഇതിന് വില നമുക്ക് മനസ്സിലാവാതിരിക്കൽ അപ്പോഴാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നു, നമ്മുടെ കോളേജിൽ ഒരു 2 കണ്ണും കാണാത്തൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ പുതിയതായിട്ട് നമ്മുടെ കോളേജിൽ അധ്യാപകനായിട്ട് വന്നു. അപ്പം അദ്ദേഹം അധ്യാപകനായി വന്ന് അദ്ദേഹം അവിടെ എങ്ങനെ പെരുമാറും കാര്യം ചെയ്യുമ്പോഴാണ് അവിടെ വെച്ചോനെ നമ്മൾ ഈ കണ്ണിനെ പറ്റി ആലോചിക്കുള്ളൂ. എത്രയോ വർഷങ്ങളായിട്ട് ആ കണ്ണിനെ പറ്റി ആലോചിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഒപ്പിടാൻ രജിസ്റ്റർ ഒരാൾ കാണിച്ചു കൊടുക്കണം, അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ കുട്ടികൾ വരണം, തിരിച്ചു വരണം. നമ്മൾ ജീവിതത്തിലെല്ലാം നമ്മൾ ഓർക്കുമെങ്കിലും ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കാറില്ല. ഞാൻ പറഞ്ഞു കണ്ണിനേക്കാളും വലിയ അനുഗ്രഹം ഇല്ല എന്ന് മനസ്സിലായി. പക്ഷെ ആ കണ്ണിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കൂല. അതേമാതിരി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം ഈ ദീനാണ്. പക്ഷെ ആ ദീനിന്റെ മഹത്വവും അതിനെ കൊണ്ട് കിട്ടുന്ന ഗുണവും നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ വെറുതെ പറയില്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം വഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. അള്ളാഹു ഈ ദീന് ഉൾക്കൊള്ളാൻ വേണ്ടി മനസ്സ് വിശാലമാക്കി കൊടുത്തു. ദീന് കിട്ടിയ ഒരാൾ, ആ ദീന് കിട്ടിയ ഒരാളും അള്ളാഹുവിന്റെ ഇത്തരം ഉത്ബോധനങ്ങളൊക്കെ മനസ്സിന്റെ കട്ടി കൊണ്ടും ഉറപ്പ് കൊണ്ടും ഇതൊന്നും കേൾക്കും മൈൻഡ് ചെയ്യും ചെയ്യാതെ നടക്കുന്ന വേറെയും കുറെ മനുഷ്യന്മാരില്ലേ. ഉലൈക ഫീ ളലാലി മുബീൻ, അവർ ഏറ്റവും വലിയ വഴികളിലാണ്. ഈ 2 കൂട്ടരും ഒരുപോലെ ആണോ എന്നാണോ പടച്ചോൻ ചോദിക്കുന്നത്. ഇത് സഹോദരങ്ങളെ വലിയൊരു കാര്യം. ഞാൻ 1-2 സംഗതികൾ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകാൻ, നമുക്ക് ഈ പള്ളിൻ്റെയും ദീനിൻ്റെ ഒക്കെ ഒരു മഹത്വം നമുക്ക് അറിയാം, അതുകൊണ്ടങ്ങളൊക്കെ വന്നത്. എന്നാൽ ഈ സന്ദർഭത്തിലൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മാത്രം പറയാൻ, മനുഷ്യന്റെ മനസ്സിന്റെ ഒരു സ്വഭാവം എന്താ പറയുക, മനുഷ്യന്റെ മനസ്സിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് തെറ്റ് ചെയ്യാൻ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാവരുടെ മനസ്സും അങ്ങനെയാണ്. വേണ്ടാത്തത് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും കൽപ്പിക്കുക. ഇപ്പം നമ്മൾ പ്രത്യേക ശ്രദ്ധയൊന്നുമില്ലാതെ നടക്കുകയാണെങ്കിൽ നമ്മൾ വെറും തോന്നിയാസങ്ങളിലും വേണ്ടാവൃത്തികളിലേക്കാണ് ഉണ്ടായിരിക്കുക. അത് ചെറുതായിട്ട് നല്ല കൽപ്പിക്കുക. ഖുർആൻ പറഞ്ഞ തന്നെ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്നാണ്. വമാ ഉബർരിഉ നഫ്സീ ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. ഏറ്റവും അധികം തിന്മ കൽപ്പിക്കുന്നതാണ് മനസ്സ് എന്നാണ്. മനസ്സിന്റെ സ്വഭാവമാണ്. വേറെ ചീത്ത കാര്യങ്ങൾ അങ്ങനെ എന്ത് ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി അങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് പറയുന്നത് നമ്മൾ കേട്ടാലോ, മനസ്സ് പറയുന്ന ഒരു വേണ്ടാവൃത്തി നമ്മൾ ചെയ്താൽ എന്താ ഉണ്ടാവുക അറിയങ്ങൾ, മനസ്സ് നമുക്കൊരു സ്വൈരവും സമാധാനം തരൂല. നമ്മളങ്ങനെ ഇടങ്ങേറാക്കി ബേജാറാക്കി കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് നമ്മളൊക്കെ അനുഭവിക്കുന്ന സമാധാനക്കുറവിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മളിൽ ആപേക്ഷികമായി വരുന്ന തെറ്റാണ്. ഇന്ന് കുറച്ചധികം തെറ്റ് സംഭവിച്ച ദിവസമാണോ, ആരോടെങ്കിലും വഴക്കിട്ടതോ ആരെങ്കിലും കുറിച്ച് അപരാധം പറഞ്ഞതോ അല്ലെങ്കിൽ നിസ്കാരത്തിൽ അതിൻ്റെ കണിശത കാണിക്കാത്തതോ എന്തെങ്കിലുമൊക്കെ അപാകതകൾ എന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടങ്ങേറാണ് ഇന്നത്തെ ഇടങ്ങേറ്. ഓരോ ദിവസവും നമുക്കുള്ള ഇടങ്ങേറെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് സംഭവിക്കുന്ന അപാകതകളും തെറ്റുകളുമാണ് നമ്മുടെ മനസ്സമാധാനവും മനസ്സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ ഇത് നമ്മൾ ചെയ്യണില്ലെങ്കിലോ, ഈ ആളുകളുടെയൊക്കെ ഇടയിൽ ഈ തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടും. അതാണ് നഫ്സു മുത്മഇന്ന. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. മുത്മഇന്നത്ത്, അതാണ് മുത്മഇന്നത്ത്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ജീവിതം ശരിയായി നിർവഹിച്ച് അള്ളാഹിന്റെ തൃപ്തി വാങ്ങി സ്വയം തൃപ്തിപ്പെട്ട് ജീവിച്ച് മരിച്ചു പോണ ആള് സമാധാനമായിരിക്കുന്നതാണ്. ആ സമാധാനം മരിക്കുമ്പോൾ കിട്ടും, ഖബർ കിട്ടും, പരലോകത്തൊക്കെ കിട്ടും. ഈ ദീന് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ തെറ്റില്ലാതെ ജീവിക്കണത്. വെള്ളിയാഴ്ച കുത്തുപോയി കേൾക്കും, കഴിഞ്ഞാൽ ഖുർആൻ ക്ലാസ് കേൾക്കും, അത് കഴിഞ്ഞാൽ നേർവഴി കേൾക്കും, അത് കഴിഞ്ഞാൽ എന്തെങ്കിലും സഭ. ഇതിങ്ങനെ കേട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ തെറ്റുകളിൽ നിന്ന് മുക്തമായി ജീവിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന ഈ സമാധാനം, ഈ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലോ, നമുക്ക് ഈ പള്ളിയില്ല, മഹലില്ല, ഇങ്ങനെ ഒരു അങ്ങനെ ഒരു പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പെരിന്തൽമണ്ണ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതിനൊന്നും അവസരമില്ലാത്ത, അങ്ങനെ തന്നെയാണ് ഇപ്പോഴുമെങ്കിലോ ഞാനും നിങ്ങളും ഒന്നും ഈ സുഖവും സന്തോഷവും അനുഭവിക്കുന്നവരാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇല്ലാത്തൊരവസ്ഥ ചിന്തിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നൊരവസ്ഥ നമുക്ക് ചിന്തിക്കാം. ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഗുണങ്ങൾ നമുക്കുണ്ട്. ഞാൻ ഇന്നൊരു വാർത്ത വായിച്ച്, എന്താ പറയുക, ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കണം. ആ പെൺകുട്ടിനെ കൊണ്ടുപോയിട്ട് 6 ആളുകളാണ് ആ പെൺകുട്ടിനെ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഈ പെൺകുട്ടിനെ പീഡിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി കൊടുത്തത് ആരാരെങ്കിൽ, അവളുടെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്. അവളുടെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഇവർക്ക് ഏർപ്പാടാക്കി കൊടുത്തത്. എങ്ങനെയാണ് അയാൾക്ക് അത് ഏർപ്പാടാക്കാൻ പറ്റിയത്? ഏർപ്പാടാക്കാൻ പറ്റിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ, നിങ്ങളുടെ ഒരു മകള്, ആ മകളെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്, അവളുടെ അളിയാക്കാൻ നമ്മൾ പറയും, അളിയെന്ന് പറയും,
ആ അള്ളിയൻ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും? നിങ്ങളെ പിന്നെ ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ വാപ്പന്റെ കൂടെ ആങ്ങളന്റെ കൂടെ ഒക്കെ പോണ പോലെ തന്നെയല്ലേ അളിയന്റെ കൂടെ പോകുമ്പോൾ തോന്നുക? ആ തോന്നൽ തന്നെയാണ് പ്രശ്നം. അയാൾ അന്യനാണ്, 100% അന്യനാണ്. ഇപ്പോ 2 സ്ത്രീകളെ ഒരുമിച്ച് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ജ്യേഷ്ഠൻ ഒന്നിച്ച് കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. നാളെ ഈ ജ്യേഷ്ഠത്തി മരിച്ചാൽ ഈ അനുജത്തിനെ അവൾക്ക് അയാൾക്ക് കല്യാണം കഴിക്കാം. അന്യയാണ് എന്താ അവന്ന് ബേക്കുമ്പോൾ കയറുമ്പോൾ അല്ലെങ്കിൽ സഹവസിക്കുന്ന സമയത്ത് അന്യനായി കാണണം എന്ന ബോധം നമ്മുടെ മക്കൾക്ക് നൽകുന്നത് ദീനാണ്. അത് ദീനോണ്ടേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ ഇതേപോലെ എന്താ അളിയനെ വിശ്വസിച്ച് അളിയന്റെ കൂടെ ഒറ്റക്ക് പോയാൽ എന്താ, എവിടെ പോയാൽ എന്താ? അയാൾ അങ്ങനെ കൊണ്ടുനടന്നു. ആ കൊണ്ടു നടന്ന് അയാൾ പരമാവധി കുട്ടിയെ ദ്രോഹിച്ചു. അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അയാളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കാഴ്ചവെച്ചു. ഞാൻ ഇന്ന് കണ്ട ന്യൂസാണ്, വെറുതെ പറയല്ല. അപ്പൊ എന്താ ഈ മഹറം ആരാണ്? വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഉലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഉലതിഹിന്ന. ഓരോന്ന് എണ്ണി പടച്ചോ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹറമായി വരുന്നത് കുടുംബം കൊണ്ട് മഹറമാകണുണ്ട്, വിവാഹം കൊണ്ട് മഹറമാകണുണ്ട്, അതേപോലെ തന്നെ മുലകുടി കൊണ്ട് മഹറമാകണുണ്ട്. ഇതൊക്കെ എന്തിനാ എണ്ണി പടച്ചോൻ പഠിപ്പിച്ചത്? അന്യനായി കാണാൻ. അത് മതമാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ദീനാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാവും, അല്ലെങ്കിൽ സുരക്ഷിതരാകൂല. പറഞ്ഞ് ബോധ്യപ്പെടും. നമ്മുടെ ദീന് കൊണ്ടേ ഈ സുരക്ഷിതത്വം കിട്ടുള്ളൂ. ഇത് ആര് പഠിപ്പിച്ചു കൊടുക്കും? ഇത് നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും ദീനീ സംവിധാനങ്ങളിൽ നിന്നും മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കണം എന്താ വെച്ചാൽ, ശരിക്കും ഇസ്ലാമികമായി നമുക്കൊക്കെ അങ്ങനെ പഠിക്കാൻ പറ്റണമെന്ന് എനിക്കല്ല, ശരിക്കും ഇസ്ലാമികമായി ഓരോ വിഷയങ്ങളും നമ്മൾ വേർതിരിച്ച് പഠിക്കണം. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ചില സമയത്തൊക്കെ കുറേ ആളുകൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എന്താ പറയുക, വിവാഹം തകരാറായി കഴിഞ്ഞപ്പോൾ ഈ പുതിയാപ്പിള പറയണത്, ഭർത്താവ് പറയണത്, ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം തരൂല, ത്വലാക്ക് തരൂല. അയാളെ വേണ്ടാന്ന് ഇവളും വീട്ടുകാരും പറഞ്ഞോടുകൂടെ അയാൾ പറയാം, ഞാൻ ത്വലാക്ക് തരൂല, നിങ്ങൾ കോടതി പോയിട്ടോ എവിടെ പോയിട്ടോ വാങ്ങിക്കോളിന്ന് പറയും. എന്താ കാട്ടുക? ആലോചിക്കണം നിങ്ങൾ. ആ പെൺകുട്ടിനെ വേറെ കെട്ടിക്കാൻ പറ്റൂല, വേറെ കല്യാണം നടത്താൻ പറ്റൂല. അത് അവർക്ക് അറിയാം. അതുകൊണ്ട് ബോധപൂർവ്വം തടസ്സപ്പെടുത്തില്ല. ഇനിയിപ്പോൾ അവന് കല്യാണം കഴിക്കാൻ വല്ല തടസ്സമുണ്ടോ? അവന് കല്യാണം കഴിക്കാൻ ഒരു തടസ്സമല്ല. അവന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് കല്യാണം കഴിക്കുകയും ചെയ്യാം. ഇനി കോടതി പോയാൽ കിട്ടുമോ? കോടതി പോയാൽ കിട്ടാറല്ലാതെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ വർഷങ്ങൾ 10 വർഷമൊക്കെ കേസ് നീണ്ടുപോയത് എനിക്കറിയാൻ പറ്റും. എന്നാൽ ഇസ്ലാമികമായിട്ടുള്ളൊരു അറിവ് സംവിധാനം ഇസ്ലാമിൽ എങ്ങനെയാണ് നിങ്ങൾ? ഇസ്ലാമിൽ ശരിക്കും എന്താ വെച്ചാൽ, ഒരു കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ അത് തമ്മ പറയല്ല വേണ്ടത്. മനസ്സിലായി? ഇപ്പം നമ്മളെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരുടെ കച്ചറ ഉണ്ടാക്കുകയല്ല വേണ്ടത്. അങ്ങനെ സംസാരിച്ചാലും തരും. നമ്മൾ എത്ര നല്ലതൊക്കെ വിളിക്കാൻ തീരുമാനിച്ചാലും അത് പ്രശ്നമാവും. എന്നാൽ നമ്മളെല്ലാവരും കൂടെ കൂടി ഒരു ചർച്ച ചെയ്യാന്ന് പറഞ്ഞാലോ ആ ചർച്ച അടിച്ച് പിരിയും. ഇസ്ലാമിക നിയമത്തിൽ എല്ലാ പരീക്ഷണവും പരാജയപ്പെടുകയാണെങ്കിൽ എന്താ ഉണ്ടാകുക വെച്ചാൽ, നിങ്ങളൊരു മസ്ലഹത്തിനാണ് ശ്രമിക്കേണ്ടത്. ഒരു മസ്ലഹത്ത്. ഈ യുരീദ ഇസ്ലാഹൻ യുവഫിഖുല്ലാഹു. മസ്ലഹത്ത് നടത്തിയാൽ ശരിയാവും. മസ്ലഹത്ത് എങ്ങനെയാണ്? ഹക്കമം ബിൻ അഖ്ലി ഹക്കമം ബിൻ അഖ്ലി. ആ 2 കൂട്ടത്തിന് ഓരോ മധ്യസ്ഥന്മാര്. ഈ മധ്യസ്ഥനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പേര് ഹക്കമ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ഹക്കമ് പറഞ്ഞാൽ? ഹാക്കിം എന്ന് പറഞ്ഞാൽ വിധികർത്താവ് എന്നാണ്. ഈ മധ്യസ്ഥൻ തീരുമാനിക്കുകയാണ് ഇത് ത്വലാഖ് ആവുകയാണെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തോടുകൂടെ ത്വലാഖായി. ആ തീരുമാനത്തോടുകൂടെ ശർഈയായി ത്വലാഖായി. മനസ്സിലായി? നിയമപരമായി ത്വലാഖ് കിട്ടാൻ ഒരു പണിയില്ല. പക്ഷേ അത് ശർഈയായിട്ട് നമുക്കത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ മധ്യസ്ഥന്മാർ തീരുമാനിച്ചാൽ മതി. അവൻ പറയണമെന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഹക്കമ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്താണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, എല്ലാ വിഷയങ്ങളും മതപരമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പെടൂല, എല്ലാം തീരുമാനമായി പോകും. പക്ഷെ ദീനിൻ്റെ വഴി നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോഴോ അതാണ് നമ്മുടെ ജീവിതത്തെ അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, പുതിയ കുട്ടികൾ വിവാഹം കഴിഞ്ഞ് ഏറെ നാളാകുന്നതിന് മുമ്പ് വിവാഹങ്ങൾ പ്രശ്നമാവുകയാണ്. എന്താ പ്രശ്നമാവാൻ കാരണം? ഒരൊറ്റ ദിവസം മതി. ഞാൻ വിവാഹ പൂർത്തിയായ പെൺകുട്ടികളെ ഒരു ദിവസം ഒരു 9 മണി മുതൽ 5 മണി വരെ ഇരുത്തിയാൽ നമുക്ക് അവർക്ക് വിവാഹത്തെക്കുറിച്ച് പച്ചയായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, ആ അറിവ് ആ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് ഞങ്ങൾ മീറ്റിങ്ങിന് പോയപ്പോൾ തിരുവനന്തപുരത്തിന് എൻ്റെ അടുത്ത് വന്നു. അയാൾ പറഞ്ഞു, മകളെ വിവാഹം നിശ്ചയിച്ചതാണ്. നമുക്ക് വിവാഹം അടുത്ത ജൂലൈ 11-നാണ്. നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം കല്യാണം അടുക്കുമ്പോഴും പേടിയാണ്. അപ്പം എന്താ പേടി? വിവാഹത്തെക്കുറിച്ച് ആ കുട്ടിക്ക് കുറേ തെറ്റിദ്ധാരണകളല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ മതപരമായ ഒരു അടിസ്ഥാനത്തിൽ ഒരു പ്രീ മെരിറ്റിലായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ആ വിവാഹം അത്രയും സന്തോഷമായിരിക്കും.
ഇതൊന്നും കൊടുക്കാതെയാണ് നമ്മുടെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ മതപരമായ നിലയ്ക്ക് എല്ലാ വിഷയങ്ങളിലും കാഴ്ചപ്പാട് നമ്മൾ എന്തിനാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല. ഇപ്പോൾ ഞാനൊരു ഒരു 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 പയ്യൻ, ചെറിയൊരു പയ്യനാണ്. അപ്പോൾ അവൻ എനിക്ക് കുറേ വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കൊരാൾ നിങ്ങളെ പേര് തന്നാണ്, പരിചയപ്പെടുത്തി തന്നാണ്. അവൻ എന്നെ അറിയൊന്നുമില്ല, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറയാൻ. ഒരു ചെറിയ കുട്ടി അവൻ്റെ പ്രശ്നങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് പറഞ്ഞ് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ മാനസിക പക്വത എത്രയാണ്, ആ താല്പര്യം എത്രയാണ്, അവൻ്റെ ആ ഒരു അറിവ് എത്രയാണ്. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ നമ്മുടെ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ കുട്ടിയോട് നിസ്കരിക്കാൻ വേണ്ടി പറയും. എന്നും പറയണ്ടേ? ഒരു വട്ടം പറഞ്ഞാൽ മതി. എത്ര വട്ടം പറയണം? എന്നാൽ ആ കുട്ടിക്ക് നിസ്കാരം കൊണ്ടുള്ളൊരു ഗുണം നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതേ മോനെ, സുബഹി നിസ്കരിച്ചാലേ, സുബഹി നീ നിസ്കരിച്ചാൽ വൈകുന്നേരം വരെ അള്ളാഹു നിനക്കൊരു പ്രൊട്ടക്ഷൻ തരും, ഒരു കാവല് തരും. ഈ തിമ്മത്തില്ല. നിനക്ക് അപകടങ്ങൾ പറ്റുന്നതിൽ നിന്ന്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിൽ നിന്ന്, രോഗങ്ങൾ വരുന്നതിൽ നിന്ന് ഒക്കെ നിനക്കൊരു പ്രൊട്ടക്ഷൻ തരും. അവൻ്റെ മനസ്സ് പതിയും. അവൻ പറയും സുബൈക്കെന്നെ വിളിക്കണം എന്നറിയും. അതാണ് ബോധ്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ മനുഷ്യന് ചെയ്യാൻ പറ്റൂ. എനിക്ക് ബോധ്യമില്ലാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളുടെ നിർബന്ധത്തിന് ചെയ്യുകയാണെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രയാസവും ഭാരവും വേറല്ല. എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ഇതൊക്കെ ദീനിയായി നമ്മൾ കൊടുക്കുന്ന അറിവിൽ നിന്നാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഗുണങ്ങൾ മാത്രം പറയാനല്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ കൂട്ടായ ഒരു മഹല്ല് സംവിധാനത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പല ആഗ്രഹങ്ങളും പല സംഗതികളും ഇതിൽ നടപ്പിലാക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് സക്കാത്തിൻ്റെ സംഗമം ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ തോന്നുന്നു പള്ളിയിൽ. ഇപ്പോൾ ഈ സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ നമ്മൾ ഒന്നിച്ചൊന്ന് വിളിക്കും, എന്നിട്ടൊരു ഉത്ബോധനമൊക്കെ കൊടുത്തിട്ടാണ് സക്കാത്ത് വിതരണം ചെയ്യുക. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സക്കാത്ത് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്തെങ്കിലും വല്ല ഔദാര്യം വാങ്ങാൻ വേണ്ടി വേണ്ട. നിങ്ങളൊരു ജോലി ചെയ്തിട്ട് സമ്പാദിക്കുന്നത് പോലെ പൈസ വാങ്ങുമ്പോൾ, ഇപ്പോൾ കൂലി വാങ്ങാൻ വേണ്ടി 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തു, 900 ഉറുപ്പ്യ തന്നു, നിങ്ങൾ 100 ഉറുപ്പ്യ ചോദിക്കൂലേ? നിങ്ങൾ അധ്വാനല്ലേ? അതേപോലെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് സക്കാത്ത്. ഹക്കുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ആരാ സക്കാത്തിനെ പറ്റി അങ്ങനെ മനസ്സിലാക്കണത്? സക്കാത്ത് ഔദാര്യമായിട്ടല്ല, നമ്മളെ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ പരലോകത്തുനിന്ന് പാവപ്പെട്ടവൻ്റെ പട്ടിണിക്കും വിഷമത്തിനൊക്കെ നമ്മൾ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടില്ല. അത്രേ ഈ മുതലാളിമാരോട് ചോദിക്കും പൊരുത്തം പട്ടിണി നടന്നാൽ പരലോകത്ത്. അതുകൊണ്ട് മുതലാളിക്ക് പോലും സക്കാത്ത് വാങ്ങാൻ പറ്റിയ 2 അവസരങ്ങളുണ്ട്. പണക്കാരന് സക്കാത്ത് വാങ്ങാം. ഒരു സമയപ്പോഴാണ് ഉദ്യോഗസ്ഥനാവുക. സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്കാത്ത് വാങ്ങാൻ പറ്റും. അയാൾ എത്ര വലിയ മുതലാളിയാണെങ്കിലും ജോലിക്കാരൻ നിലനിൽക്ക് സക്കാത്തിൽ നിന്ന് അയാൾക്ക് ശമ്പളം വാങ്ങാൻ പറ്റും. മറ്റൊന്നെന്താണ് പോലെ ആരിമീന, കടക്കാർ കടത്തി കുടുങ്ങിക്കഴിഞ്ഞാൽ അവനെ സഹായിക്കണം എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്തായാലും ഇത്തരം സംവിധാനങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും ഗുണകരമായിട്ടുള്ളത്. ഇങ്ങനത്തെ ചില പൊതു സംവിധാനങ്ങൾ ഒരു മഹല്ലിനല്ലാതെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ മീറ്റിങ്ങിൽ നിന്ന് ഒരാൾ എഴുതിയിരുന്ന് ചോദിച്ചു, ഒരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോൾ അയാൾ വെല്ലുവിളിച്ച് പറഞ്ഞു, ഈ സക്കാത്ത് ഇങ്ങനെ സംഘടിതമായി കൊടുക്കാൻ എന്താ തെളിവ്? സക്കാത്ത് സംഘടിതമായി കൊടുക്കാൻ എന്താ തെളിവ്? എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇതുവരെ ഞാനൊരു തെളിവും കണ്ടിട്ടില്ല എന്നൊരു പണ്ഡിതനായിട്ടുള്ള ഒരാൾ സുഹൃത്ത് പ്രസംഗിച്ചു എന്നാണ്. അയാൾ എന്താ അടിസ്ഥാനത്തിലാണ് പറയണത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ ആമിലീന അലൈഹ, അത് സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആൾ. അത് സക്കാത്ത് വാങ്ങേണ്ട 8 വിഭാഗങ്ങളൊരു വിഭാഗമാണ് ജോലിക്കാരെങ്ങനെ ഉണ്ടാവുക? നിന്റെ സക്കാത്ത് ഞാൻ അയലോക്കക്കാരനെ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ജോലിക്കാരൻ വേണം. ജോലിക്കാരൻ വേണ്ടത് ഇതൊരു സംവിധാനമാകുന്നത് കൊണ്ട് മാത്രമാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വതക്ക, എന്താ അവരുടെ സ്വതക്കയിൽ നിന്ന് നീ വേടിക്കണം. നബിനോട് പറയാണ്, ഓരോ സക്കാത്ത് നീ വേടിക്കണം. ഖുദ് മിൻ അംവാലിക്കും സ്വതക, നീ അത് വേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങി വിതരണം ചെയ്താണ്. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, മുതലാളിമാരിൽ നിന്ന് വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന സംവിധാനം. ഇപ്പോൾ വാങ്ങണം, കൊടുക്കണം. ഇഷ്ടം പോലെ തെളിവുണ്ട്. ഈ സംവിധാനങ്ങളാവുമ്പോൾ എന്തായാലും ആർക്കും അതിന് ഉപകാരപ്പെടും. എത്ര സുഹൃത്തുക്കളെ ഈ ഒരു 10-30 വർഷം കൊണ്ട് നമ്മൾ ആളുകളെ സഹായിച്ച സംഖ്യകൾക്ക് വല്ല കണക്കുണ്ടോ? അത് കൊടുത്തോൽക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്, അത് വിതരണം ചെയ്തോൽക്ക് അതിൻ്റെ പ്രതിഫലമുണ്ട്. എത്ര ഇങ്ങനെ സംവിധാനം മഹലും ഇല്ലെങ്കിലും ഒന്നും നടക്കൂല. ഞാനിവിടെ പറഞ്ഞു, ഞാൻ ദീർഘിച്ച് പറയണില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാവണം. അത് പറയാനാണിത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പള്ളികളിൽ ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പോൾ ഈ പുരുഷന്മാരുടെ അത്ര തന്നെ അതിനേക്കാളും സ്ത്രീകൾ ഇവിടെ ഉണ്ട്, പുരുഷന്മാരെക്കാളും സ്ത്രീകൾ ഇവിടെ ഉണ്ട്. മനസ്സിലായി? അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങളെ കൊണ്ട് കഴിയണ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇനി നമുക്ക് വരേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഓരോ വീട്ടിലും വീട്ടിൻ്റെ മുറ്റത്ത് ഉള്ള കസേരയും മേശയും ഡെസ്കൊക്കെ വലിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗൃഹസംഗമങ്ങൾ, അയലോക്കക്കാരെ വിളിക്കാം. അത് നിങ്ങൾ ഏതാ പാർട്ടി എന്നൊന്നും നോക്കണ്ട.
ഒരാളെ സംസാരിക്കാൻ കിട്ടാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇപ്പം നമ്മളിവിടെ വന്ന ഒരു 10 100 വീടുകളിൽ ഒരു സംസാരം നടന്നാൽ അത് മതി. എന്നിട്ട് വെറുതെ നമ്മളെ റേഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് നമ്മളെ പിന്നെ ജമീൽ ആപ്പ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് മാറുകയും അത് ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങളൊക്കെ ചിന്തിച്ച് ഞങ്ങൾ ലെമൺ വാലി, ഞങ്ങളിപ്പോൾ ഇതുവരെ നമ്മൾ മെയിൻ പള്ളിയിലായിരുന്നു മെമ്പർഷിപ്പ്. ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഒരു പുതിയ യൂണിറ്റായി മാറി. ആ യൂണിറ്റായി മാറിയതോടുകൂടെ നമ്മൾ വെറുതെ ഒരു പരീക്ഷണത്തിന് നിലവിലുള്ള നമ്മുടെ ഷെഡിലൊരു ലേണിംഗ് ക്ലാസ് തുടങ്ങിയതാണ്. ഞാനാ ക്ലാസ് എടുക്കുന്നത്. ആ ക്ഷണം കൊണ്ട് ഒരു 10-60 ആളുകൾ വരും ക്ലാസ്സിന്. ശരിക്കും അറ്റൻഡൻസിന് ഒരു 60 ആളൊക്കെ വരും. ആ 60 ആളുകളൊന്നും ഇവിടെ ക്ലാസ്സിന് വന്നിരുന്ന ആൾക്കാരല്ല. ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും. വീടുകളിൽ ഗൃഹസംഗമങ്ങൾ നടത്താൻ പറ്റും. ലേണിംഗ് ക്ലാസ് പറ്റും. നിങ്ങളുടെ വരാന്തയിൽ ഒരു ബോർഡ് വെച്ചിട്ട് 10 ആളാണെങ്കിൽ ആ 10 ആൾക്ക് ഒരു ക്ലാസ് ഏർപ്പെടുത്താൻ പറ്റും. അതൊക്കെയാണ് നന്മകളായി നമുക്കുണ്ടാവുക.